കൈരളി ടിവിയുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും പച്ചക്കുതിരയിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് മൈലുകൾ താണ്ടുന്ന ഒരു യാത്ര തുടങ്ങുന്നത് ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ചുവടുവെപ്പിൽ നിന്നാണ്. അതുപോലെ എത്രയോ വലിയ വലിയ സമ്മാനങ്ങൾ നേടുന്നതും ആദ്യത്തെ ഒരു ചെറിയ സമ്മാനത്തിൽ നിന്നാണ്. 1000 രൂപയ്ക്കുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ തുടങ്ങിയ ഈ മത്സരം 1.5 ലക്ഷം രൂപ വരെ നേടിക്കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ കോട്ടയം നസീറും കുടുംബവുമാണ് എന്നോടൊപ്പം ഈ വേദിയിലുണ്ടായിരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യത്തോടുകൂടി ഈ റൌണ്ടിലെ അവസാനത്തെ ചോദ്യവും നസീർ ഫേസ് ചെയ്യാൻ പോവുകയാണ്. മത്സരം തുടരുന്നതിന് വേണ്ടി നസീറിനെയും ഹസീനയെയും ഞാൻ സ്നേഹപൂർവ്വം പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക് ആനയിക്കട്ടെ. നമ്മൾ എവിടെ തുടങ്ങി എവിടെ വരെ വന്ന് നിന്നു അല്ലേ? എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ആ മുറിയിൽ വെച്ച് നസീർ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വന്ന ആദ്യത്തെ ചോദ്യത്തിന് തന്നെ എനിക്കറിയാൻ പാടില്ലെങ്കിൽ ഞാൻ വലിയ വിഷമത്തിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ആദ്യത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതിരിക്കില്ല. എന്തായാലും അത്രയൊക്കെ കാര്യങ്ങൾ നസീറിന് അറിയാവുന്നതാണ്. പക്ഷേ ഇതിപ്പോ പിടിച്ചടക്കി കൊടുമുടിയിലേക്ക് കയറാൻ പോവുകയാണ്. പലപ്പോഴും ഇങ്ങനത്തെ പ്രോഗ്രാംസ് കാണുമ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി ഞങ്ങൾ പറയണം ഇതായിരിക്കും ഉത്തരം. അതിന്റെ ഉത്തരം അപ്പൊ നമ്മൾ ഭയങ്കര മിടുക്കനാ. ഞാനൊക്കെ വീട്ടിൽ നിന്നിട്ട് 1 കോടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടെൻഷൻ മനസ്സിലാവുള്ളൂ. അത് ഇത്തരം മത്സരങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. എന്നോടൊക്കെ പറയും എന്റെ മോള് ഭയങ്കര മിടുക്കിയാട്ടോ, ഈ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് കൃത്യം ഉത്തരം അവള് പറയും എന്ന് പറയും. ശരിയായിരിക്കും, കുട്ടികൾ പറയുന്നുണ്ടാവും 1-2 ഉത്തരം പറയും. പക്ഷെ അത് മാതാപിതാക്കൾക്ക് വലിയ കൗതുകമായിട്ട് തോന്നും. അങ്ങനെ പക്ഷെ ഈ മത്സരത്തിന് വന്നിരിക്കുമ്പോൾ നമുക്കായി മാത്രം ആ ചോദ്യം ചോദിക്കുമ്പോൾ അതാണ് ഗാലറിയിൽ ഇരുന്ന് ഗോളടിക്കുക എന്ന് പറയുന്നത്. കളത്തിലിറങ്ങി കളിക്കണം. അത് എന്ത് ജോലിക്കാണ്? ഈ റോളർ സ്കേറ്റിംഗ് ഇല്ലേ, അല്ലെങ്കിൽ ഐസ് സ്കീയിങ് ഒക്കെ, ഐസിലൊക്കെ കുട്ടികൾ ഇങ്ങനെ കിടന്ന് എന്തൊരു ഈസിയാണ്. അതൊന്നെടുത്ത് കാലിൽ വെച്ച് നോക്കുമ്പോൾ അറിയാൻ വരും. ഐസ് വെക്കേണ്ടി വരും. അതെ, ഐസിൽ വെക്കേണ്ടി വരും. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. മറ്റാരും ഇതുപോലെ 3 എപ്പിസോഡുകൾ താണ്ടിയിട്ടില്ല. അതൊന്ന് ഈ ചോദ്യങ്ങൾ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചോദിച്ചു തീർക്കാം. ഞാൻ നസീറിന്റെ ഈ പ്രകടനങ്ങൾ കണ്ടിങ്ങനെ രസിച്ചിരുന്നു പോയതുകൊണ്ടാണ്. പ്രേക്ഷകർക്കും അതൊരു വലിയ വിരുന്നായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഓരോരുത്തരെ കുറിച്ച് ഓരോ മുൻധാരണയുണ്ട് പ്രേക്ഷകർ. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ചാനലിൽ വരുമ്പോൾ ആൾക്കാർ മിമിക്രി കേൾക്കണമെന്ന് പ്രതീക്ഷിക്കാറുണ്ട്. ഒരു വേദിയിൽ പോയാൽ അവരത് ആഗ്രഹിക്കുന്നുണ്ടാവും. പ്രസംഗിക്കാനായിട്ട് പോയാൽ പോലും അത് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിനാണ് നമ്മളൊക്കെ മെയിൻ വിളിക്കുന്നത്. പല കോളേജുകളിലും പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ അന്തമിട്ടുണ്ട്. കാര്യം നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ക്രൗഡായിരിക്കും. അങ്ങോട്ട് മിമിക്രി അങ്ങോട്ട് തുടങ്ങിയില്ല, പ്രസംഗിക്കാൻ കയറുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. മിമിക്രി അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഒറ്റപ്പോക്കല്ല. അപ്പൊ അറിയാം അവരത് കേൾക്കാൻ വേണ്ടി തന്നെ മാത്രമാണ് അവര്, അല്ലാതെ നമ്മളെ കാണുക എന്നുള്ള ക്രൈസ് ആദ്യം ജസ്റ്റ് ഒന്ന് കാണുന്നേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, അവര് അത് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളതിൽ നിന്ന് വിട്ട് പുറകോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് അപ്രീസിയേഷൻ കിട്ടേണ്ടത് കിട്ടിക്കോളും. നമ്മുടെ പോരായ്മകൾ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള കണ്ണുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നസീറിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ദുബായ് ഗോൾഡ് സൂക്ക് 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി കൊടുത്തിട്ടും ഹസീനയുടെ മുഖത്തൊരു, ഹസീന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അർത്ഥം ചിരിക്കുക എന്നാണ് അല്ലെ? ഹസീന ചിരിക്കുന്നവൾ. ഇതെന്താ ചിരിക്കാത്തത്? ചിരിക്കല്ലേ, ഇതാണ് ചിരി. അപ്പൊ ശരി, ദുബായ് ഗോൾഡ് സൂക്ക് റെഡിയായി നിൽക്കുകയാണ് 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണവുമായിട്ട്. ചോദ്യവുമായിട്ട് ഇതാ പച്ചക്കുതിര നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പച്ചക്കുതിര, ഈ റൌണ്ടിലെ 10ാമത്തെ ചോദ്യം. സംഘകാലത്ത് പൊറൈനാട് എന്നറിയപ്പെടുന്ന പ്രദേശം. പച്ചക്കുതിര, ഓപ്ഷൻസ്: എ പാലക്കാട്, ബി വയനാട്, സി ആലപ്പുഴ, ഡി ഇടുക്കി. യുവർ ടൈം ബിഗിൻസ് നൗ. സംഘകാലത്ത് പൊറൈനാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദിക്കുന്നത്. വയനാടാണോ, ഇടുക്കിയാണോ, ആലപ്പുഴയാണോ, അതോ പാലക്കാടാണോ? പാലക്കാട്. എ പാലക്കാട് എന്നാണ് പറയുന്നത്. ഇനിയും സമയം വളരെ പരിമിതമാണ്, സോ കൺഫേം ചെയ്യാം അല്ലേ? എ പാലക്കാട് ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എന്താണ് ഹസീന പറയുന്നത്? പൊറൈനാട്. ഇടുക്കിയെ അങ്ങനെ പറയില്ല, വയനാടെന്ന് പറയണ്ടല്ലേ?
പാലക്കാട് അല്ലെങ്കിൽ പിന്നെ ആലപ്പുഴയോ വയനാടോ ഇടുക്കി ആവാനാണ് സാധ്യത അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇടുക്കി ആയിരിക്കും. തെറ്റായ ഉത്തരം 3 മായ്ച്ചു കളയാമെങ്കിൽ കറക്റ്റായ ഉത്തരം പറയാം. അപ്പോ ഇനി പച്ചക്കുതിരയോട് ചോദിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. ഈ ചോദ്യത്തിന് തെറ്റായ ഉത്തരമാണ് പറഞ്ഞു പോയതെങ്കിൽ വിഷമം തോന്നുന്നു? അങ്ങനെയില്ല, ഇവിടം വരെ എത്താൻ പറ്റിയില്ലെന്നുള്ളൊരു സന്തോഷം അതുണ്ടാവും. അതായത് കൂടുതൽ തോന്നുക. എന്നാലും ഒരെണ്ണം കൂടെ അതും കൂടെ കിട്ടിയത് നമുക്കൊരു സന്തോഷത്തോടുകൂടി പോകാമായിരുന്നു എന്നും തോന്നുന്നു അല്ലേ? കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇവിടം വരെ എത്തി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. പച്ചക്കുതിരയോട് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ കൂടി ഇമിറ്റേറ്റ് ചെയ്ത്, ആരെങ്കിലും ഒരാളെ കൂടി ഇമിറ്റേറ്റ് ചെയ്ത് കാണണം. അങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ടായിരിക്കും, കാരണം അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന ഉത്തരം, നസീർ പറഞ്ഞ ഉത്തരം ശരിയായില്ല എങ്കിൽ ചിലപ്പോൾ എനിക്കും ഉണ്ടാവും ഒരു വിഷമം. പിന്നീട് ഞാൻ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാനൊന്നുമുള്ള ശക്തി എനിക്കുണ്ടാവില്ല. ഇപ്പോൾ ഈ സന്തോഷത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു മിമിക്രിയിലൂടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ ശരിയായ ഉത്തരം പറയാം. കിട്ടാൻ വിധിച്ചാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോയിക്കോട്ടെ. എനിക്കെപ്പോഴും ചെയ്യാൻ ഏറ്റവും ഇഷ്ടം നസീർ സാറിനെയാണ്. സാറിന് ഒരുപാട് ഡയലോഗുകളുണ്ട്, ഒരുപാട് പഴയ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ തിക്കുറിശി മാമനായിരിക്കും അമ്മാവനായിട്ട് അഭിനയിക്കുന്നത്. മോളെ മൂപ്പർക്ക് വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. മൂപ്പർക്ക് വേറൊരു പ്രേമം ഉണ്ടാവും. അപ്പോൾ സുകുമാരിയമ്മയൊക്കെ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട, അവനോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴായിരുന്നു സാർ കയറി വരുന്നത്. കയറി സ്റ്റെപ്പ് കയറി പോകുമ്പോൾ വിളിക്കും, ബാല വിക്കല അവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, എന്താ അമ്മാവ? ഞാൻ പറയും, ജയന്തിയുമായിട്ടുള്ള വിവാഹം നമുക്ക് ഉടനെ നടത്തണമെന്നൊക്കെ പറയുമ്പോഴത്തേന്, അമ്മാവനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ജയന്തിയെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അമ്മാവ. ജയന്തി എന്റെ സഹോദരിയെ പോലെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ കുറച്ച് മാറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് എനിക്ക് എത്ര ഇമിറ്റേറ്റ് ചെയ്താലും കൊതി തീരാത്തൊരു മതിയാവില്ല. ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ജയറാമേട്ടൻ ഞാനിവിടെ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഞാൻ ലൊക്കേഷനിലെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം ഇത് ഇരിക്കും. ഊണ് കഴിച്ചു ഭയങ്കര രസമാണ്. ജയറാമേട്ടൻ ഇങ്ങനെ നസ്താറിന്റെ പടമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കുളിക്കും, നീ കയ്യിലിട്ട് ഒന്ന് വെച്ച് നോക്കിയേ, ആയിരുന്നു നസീർ സാറിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, ഞാൻ കണ്ട് ചിരിച്ച് എന്റെ അമ്മയെ കലക്കി എന്നൊക്കെ ഇങ്ങനെ വിളിച്ചോട്ടേ ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. ആ പാഷൻ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. അതിങ്ങനെ ഇനിയും പുതിയ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്ത് പുതിയ ശബ്ദങ്ങൾ കണ്ടെത്തി ഇതിൽ നിന്നെല്ലാം തമാശകളുണ്ടാക്കി ഒരുപാട് കാലം ഒരുപാട് ആളുകളെ രസിപ്പിക്കാൻ കഴിയട്ടെ. നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമയിൽ ഒരുപാട് കാലം നിലനിൽക്കാൻ സാധിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ ഉത്തരവും ശരിയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പച്ചക്കുതിരയോട് ചോദിക്കുകയാണ്, ഏതാണ് ശരിയായ ഉത്തരം? പാലക്കാട്. ഒരുപാട് സന്തോഷം, വളരെ സന്തോഷം. ഈ മത്സരത്തിൽ വന്ന് അതിന്റെ ഏറ്റവും ഉന്നതമായ കൊടുമുടി കീഴടക്കിയിട്ടാണ് ഈ എപ്പിസോഡിൽ നിന്നും പച്ചക്കുതിരയിൽ നിന്നും നസീർ നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്നത്. വളരെ എന്റർടൈനിങ് ആയ ഒരു 2-3 എപ്പിസോഡുകളാണ് നസീർ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. നസീറിന്റെ ഒരുപാട് ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സിനിമകൾ നമ്മൾ നസീറിനെ കണ്ടിട്ടുണ്ടാവും, പല കഥാപാത്രങ്ങളായി കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് ഇത്രയും ഒരു അറിവുള്ള ആളാണ് നസീർ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത് ഇപ്പോഴാണ്. പക്ഷെ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇവ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ്. പക്ഷെ ഒരുപാട് അറിവുള്ള ആള് തന്നെയാണ് നസീർ എന്ന് നമുക്ക് തെളിയിച്ചിരിക്കുകയാണ്. ദുബായ് ഗോൾഡ് സൂക്ക് നൽകിയ 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ നേടിക്കൊണ്ട് ഇതാ വിജയശ്രീലാളിനായി പച്ചക്കുതിരയുടെ വേദിയിൽ നിന്നും നസീർ വിടവാങ്ങുകയാണ്. നസീർ, കൺഗ്രാറ്റ്സ്. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ. നസീർ നേടിയിട്ടുള്ള സമ്മാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അത്ര ഒരു വലിയ സമ്മാനം, ഇതിനേക്കാൾ എത്രയോ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സമ്മാനം നസീറിന് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാൻ അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നസീർ, ഗുഡ് ലക്ക്.
പച്ചക്കുതിര കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരെയും രസിപ്പിച്ചുകൊണ്ട് ശ്രീ കോട്ടയം നസീർ ഈ മത്സരത്തിന്റെ പരമാവധി സമ്മാനമായ 2 ലക്ഷം രൂപയ്ക്കുള്ള ദുബായ് ഗോൾഡ് സൂക്ക് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിക്കൊണ്ട് നമ്മളോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഇനിയും മത്സരം തുടരുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ മറ്റു കുടുംബങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പും ആ കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഈ മത്സര പഥത്തിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പും ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്ക്.